റാപ്പർ വേടനെതിരെ ഗൂഢാലോചന എന്ന കുടുംബത്തിന്റെ പരാതി തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും. വേടന്റെ സഹോദരി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? ആരുടെ ഭാഗത്തുനിന്ന് ഗൂഢാലോചനയുണ്ടായി എന്നുള്ളതാണ് പരാതി? നേരത്തെ ഈ വേടന്റെ സഹോദരിയടക്കം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതായത് തുടരെ ഇത്തരത്തിൽ കേസ് വരുന്നു, ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം, അതിൽ അന്വേഷണം വേണം എന്നതായിരുന്നു ഈ പരാതിക്ക് അടിസ്ഥാനം. ഈ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വേടന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. അതിൽ 2 കേസുകൾ, അല്ലെങ്കിൽ അതിനു മുൻപ് വേടനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അതിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. തൃക്കാക്കര കേസിൽ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ വിട്ടു. സെൻട്രൽ പോലീസ് എടുത്ത കേസിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാതി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഈ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. റാപ്പർ വേടനെതിരെ ഗൂഢാലോചനയുണ്ട് എന്ന് കാട്ടി സഹോദരി നൽകിയ പരാതിയിലാണ് ACP അന്വേഷണം നടത്തുക.